അപ്പോൾ താഴ്വാരം. ഇദ്ദേഹം എന്നോട് ഒരുപാട് തവണ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണിത്. എന്നിട്ടൊടുക്കും ഇദ്ദേഹം തന്നെ ഇത് ചെയ്യാനൊരു ഡെഡ് ലൈനും എനിക്ക് തന്നു. എനിവേസ്, ഈ പടം കുട്ടിക്കാലത്തെങ്ങും കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. പിന്നെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെ വന്നതിന് ശേഷം ലാലേട്ടൻ ഒരു സിഗരറ്റും കത്തിച്ച് നടന്നു വരുമ്പോൾ പുറകിലൊരു കുടില് പോലത്തെ സംഭവം ബ്ലാസ്റ്റ് ആവുന്ന ഒരു വീഡിയോ ട്രെൻഡിങ് ആയിരുന്ന ഒരു സമയത്ത് അത് കണ്ടപ്പോൾ ഇതേതട പടം, ഞാനിതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നോർത്ത് അത് ഞാനന്ന് വിട്ടു. പിന്നെയും കുറെ കാലം കഴിഞ്ഞ് ഈ ചാനൽ തുടങ്ങി ഇദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് കണ്ടപ്പോഴാണ് ഈ പടമാണ് ആ പടം എന്ന് തിരിച്ചറിഞ്ഞതും ഒടുക്കം ഞാൻ ആ പടം കുത്തിയിരുന്ന് യൂട്യൂബിൽ കണ്ടതും. നൗ ഇവിടുന്ന് അങ്ങോട്ട് ഐ വിൽ ബി വെരി ഹോണസ്റ്റ്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇതിനെപ്പറ്റിയുള്ള പൊതു അഭിപ്രായം എന്താണെന്നൊന്ന് അറിയാം എന്ന്. അങ്ങനെ ഇന്റർനെറ്റിൽ ഈ പടത്തെപ്പറ്റി തപ്പിയപ്പോഴാണ് ഒരു വൈൽഡ് വെസ്റ്റ്, കൗബോയ്, ഇറ്റാലിയൻ ടൈപ്പ് മലയാള സിനിമ എന്ന രീതിയിലൊക്കെയുള്ള എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എനിക്ക് എന്തായാലും വാക്കുകൾ കൊണ്ട് നന്നായിട്ട് കളിക്കാൻ അറിയാം. അപ്പോൾ സിനിമയിൽ 1-2 നൈസ് സീക്വൻസസിന്റെ ഫൂട്ടേജസ് ഇങ്ങെടുത്ത് നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു റിവ്യൂ ഇട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. ബട്ട് അപ്പോഴാണ് മനസ്സിലൊരു ഉൾവിളി. ഈ ചാനലിലെ മിനിമം 2 വീഡിയോസ് എങ്കിലും കണ്ട ആളുകൾക്കറിയാം ഞാൻ ഏത് തരം സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന്. അങ്ങനെയുള്ള ഞാൻ പെട്ടെന്നൊരു ദിവസം നമ്മുടെ സർവകലാശാല സിനിമയിൽ മണിയമ്പിള്ള രാജു വന്ന പോലെ ഒരു മുഷിഞ്ഞ ജുബയും തുകൽ സഞ്ചിയും സോഡാ ഗ്ലാസും ഇട്ട് വരുന്ന ബുദ്ധിജീവി പരിപാടി കാണിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനേക്കാൾ ഉപരി ഞാൻ എന്നോട് തന്നെ സിൻസിയർ അല്ലാതായി പോകും. ഇവിടെ ഒരിക്കലും ഒരു പൊതു അഭിപ്രായം എങ്ങോട്ടാണോ ചരിഞ്ഞു നിൽക്കുന്നത് അതിനനുസരിച്ചല്ല ഒരു സിനിമയെ പറ്റിയുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെ പറ്റിയും ഞാൻ എന്റെ അഭിപ്രായം തന്നെ പറയണം. സോ ബേസിക്കലി ദിസ് ഇസ് എ ഹൈലി റേറ്റഡ് മൂവി, ബട്ട് ഇറ്റ്സ് നോട്ട് ഓഫ് മൈ ടൈപ്പ്. സോ ഈ പടത്തിന് വേണ്ടി ചോദിച്ച സഹോദര, ഇത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയത്. പക്ഷെ ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ഡേറ്റ്, അതുകൊണ്ട് ഇന്ന് എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ.